പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു ആർട്ട് സിൽക്ക് സാരിയാണ്. ഇത് ഒരു മെറൂൺ ഷെയ്ഡിൽ നിറയെ എംബ്രോയ്ഡറി വർക്കാണ് വരിക. ബോഡി പാർട്ടിൽ ഫുള്ളായിട്ടുമുണ്ട്. അതുപോലെ പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടും വിത്ത് ബ്ലൗസാണ്. അതായത് ഇതിൽ സെൽഫ് ബ്ലൗസിൽ ഒരു സെൽഫ് ഡോട്ട്സും വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. ഇങ്ങനെയാണ് പല്ലുവിലുള്ള ഈ എംബ്രോയ്ഡറി വർക്കാണ് ഈ സാരിയിൽ ഫുള്ളായിട്ടും വരിക. ഡാസിൽസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ മറ്റ് കളറുകൾ നമുക്കൊന്ന് കാണാം. ഇതൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെയുള്ള കളറുകളിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ കോളിൽ വിളിച്ചാൽ മതി. പിന്നെ ഇതിലുള്ളത് സെൽഫ് എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ്. ഒരു സ്റ്റെമ്മ ഡോട്ട്സ് അങ്ങനെയുള്ള സെൽഫ് എംബ്രോയ്ഡറി വർക്കാണ്. പിന്നെ ബോഡി പാർട്ടിൻ്റെ ഈ ഭാഗം വരെ ഈ വർക്ക് വരുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഫ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടോ വരുന്നത്. ഇതിൽ സെൽഫായിട്ടൊരു ഡോട്ട്സും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. ഇതുണ്ടോ, ഇതിൻ്റെ പല്ലുവിലുള്ള ഡിസൈൻ ഇങ്ങനെയാണ് വരിക. ഇത് വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൽ സെൽഫായിട്ട് ഡോട്ട്സ് ഉണ്ട്. ഇതങ്ങനെ ചുളുങ്ങുന്ന മെറ്റീരിയലൊന്നും അല്ല. കണ്ടോ, ആവശ്യത്തിന് കനമുണ്ട്. പക്ഷേ വലിയ നമുക്ക് ട്രാൻസ്പെറൻ്റ് അല്ല ഇത്. പിന്നെ വൺ പ്ലീറ്റ് ആയിട്ടൊക്കെ ഇതിനെ വെയർ ചെയ്യാൻ പറ്റും. ഒരു ഫങ്ഷൻ ആയാലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ടൊരു ബ്ലൗസ് ഇട്ടാലും ഭംഗി തന്നെയാണ്. അതുപോലെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 1805 ആണ്. ഇതൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഭാഗം വരെ ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്കുണ്ട്. പിന്നെ ഈ താഴ്ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. വിത്ത് ബ്ലൗസുമാണ്. അപ്പോൾ ഈ ബ്ലൂവിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഒന്ന് വീഡിയോ കോളിൽ വിളിച്ചാൽ മതി. ഞങ്ങളിത് കാണിച്ചു തരുന്നതായിരിക്കും. ഇതാണ് ഇതിൻ്റെ പല്ലു വരിക. ഇതുണ്ടോ, പല്ലുവിലുള്ള ഡിസൈൻ ഇങ്ങനെയാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് വരിക. ഇത് വിത്ത് ബ്ലൗസ് പീസ് ചെറിയൊരു ഡോട്ട്സ് ഉണ്ട് സെൽഫായിട്ട്. ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. ഉണ്ടോ, സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയലാണ്. അങ്ങനെ ചുളുങ്ങുന്ന മെറ്റീരിയലൊന്നും അല്ല. ഫുള്ളായിട്ടും സെൽഫ് എംബ്രോയ്ഡറി വർക്കാണ് വരിക. ഡാസിൽസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. നമുക്ക് വൺ പ്ലേറ്റ് ആയിട്ടും അതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റഡ് ആയിട്ടും ഇതിനെ വെയർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1805 ആണ്. നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിലെല്ലാം സെൽഫായിട്ടാണ് ഇതിലുള്ള എംബ്രോയ്ഡറി വർക്ക് വരിക. അതായത് ഒത്തിരി പ്രൊജക്റ്റ് ചെയ്യാതെ, എന്നാലും ഫുള്ളായിട്ടും ഈ എംബ്രോയ്ഡറി വർക്ക് ഉണ്ട് താനും. ഈ ഭാഗം വരെ, നമ്മുടെ ഈ ബോഡി പാർട്ടിലെ ഈ ഭാഗം വരെ എംബ്രോയ്ഡറി വർക്കുണ്ട്. ബാക്കിയുള്ള ഭാഗത്ത് ഹാഫായിട്ടുമാണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. കണ്ടോ, പല്ലുവിലുള്ള ഈ ഡിസൈൻ കണ്ടോ, ശരിക്കും കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടോ, സെൽഫായിട്ട് ഉള്ള ഡിസൈനാണ്. വിത്ത് ബ്ലൗസ് പീസിൽ ചെറിയ ഡോട്ട്സ് ആയിട്ടാണ് വരിക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1805. ഇതൊരു ബേജ് ഷെയ്ഡിലുള്ള ഒരു സോഫ്റ്റ് സിൽക്ക് സാരിയാണ്. ഇതിലൊരു ഡയമണ്ട് ഷേപ്പിൽ സെൽഫായിട്ട് എംബ്രോയ്ഡറി വർക്കാണ് വരിക. ഇപ്പോൾ ഹോളി കമ്മ്യൂണിയന്, ബാപ്റ്റിസം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അമ്മമാർക്ക് ഉടുക്കാനായാലും യൂണിഫോമായിട്ട് ഉടുക്കാനായാലും നല്ലൊരു കളറും നല്ലൊരു ഡിസൈനും, ഒത്തിരി ഓവറല്ലാത്ത ഡിസൈൻ. ഇതുണ്ടോ, ഇങ്ങനെയാണ് ഇതിൽ വരുന്ന ഡിസൈൻ. ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇങ്ങനെയും വരുന്നു. ചെറിയൊരു പൈപ്പിംഗ് മാത്രമേ ഇതിൻ്റെ സൈഡിൽ വരുന്നുള്ളൂ. ഓവറായിട്ടുള്ളൊരു ഡിസൈനല്ല, നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിസൈനും കളറും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1755 ആണ്. ഇതിൻ്റെ ഈ ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഹാഫായിട്ടും ഈ ഡയമണ്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിനുള്ള കോമ്പിനേഷൻ എന്ന് വെച്ചാൽ ഈ പിങ്ക് ഇതിൽ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത് സെൽഫായിട്ട് തന്നെ, അതിൽ ഒരു വൈറ്റ് എംബ്രോയ്ഡറി വർക്കും കൂടെ കയറി, അതാണ് ഇതിനെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത്, അതാണ് കൂടുതൽ ഭംഗിയാക്കുന്നത്. ഇത് കണ്ടോ, ബോഡി പാർട്ടിൽ ഫുള്ളായിട്ടും വരുന്നുണ്ട് ഈ ചെറിയ എംബ്രോയ്ഡറി വർക്കുകൾ. ഈ സൈഡിൽ ഇത് ഈ പ്ലീറ്റിൻ്റെ ഭാഗം വരെയും, ഈ സൈഡ് ഇത് കംപ്ലീറ്റ് ആയിട്ടും വരുന്നു. ഇങ്ങനെ ഇത് കണ്ടോ, ബോഡി പാർട്ടിലേക്ക് ശരിക്കും ഇത് ഹാഫായിട്ട് തന്നെ ഈ വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. പല്ലു ഇങ്ങനെയാണ് വരിക. ഡാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. എന്താ, സെൽഫായിട്ട് വന്നിരിക്കുന്നു. അതിലൊരു വൈറ്റ് ഡിസൈനും കൂടെ കയറി വന്നിരിക്കുന്നു. അതതിനെ കൂടുതൽ ഭംഗി ആക്കുന്നതും. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം വന്നത്. കണ്ടാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉൾഭാഗവും വന്നിരിക്കുന്നത്. പല്ലുവിൽ സ്കാറ്റേർഡ് ആയിട്ടും ഈ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട്. വളരെ സോഫ്റ്റായിട്ട് നമുക്കിത് വൺ പ്ലേറ്റഡ് ആയിട്ടും അതുപോലെ കുഞ്ഞു പ്ലേറ്റഡ് ആയിട്ടും നമുക്കിതിനെ വെയർ ചെയ്യാം നല്ല ഭംഗിയായിട്ട് തന്നെ. റേറ്റ് വരുന്നത് 1985. ഇതൊരു സോഫ്റ്റ് സിൽക്കിൽ എംബ്രോയ്ഡറി വർക്കാണ് ഈ സാരിയിൽ വരുന്നത്. ഈ സൈഡിൽ ഈ ഫ്ലീറ്റിൻ്റെ ഭാഗം വരെയും
ഈ സൈഡിൽ ഇത് കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. ബോഡി പാർട്ടിൽ സ്കാറ്റേർഡായിട്ട് വൈറ്റ് എംബ്രോയ്ഡറി വർക്കും ഇതിൽ വരുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഹാഫായിട്ടുമാണ് വർക്ക് വരുന്നത്. മറ്റേ ആ ത്രെഡ് വർക്ക് ഫുള്ളായിട്ടും വരുന്നുണ്ട് ഇതിൽ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇപ്പോൾ ഏത് പ്രായക്കാർക്ക് അനുയോജ്യമായ ഒരു കളർ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പല്ലു വരുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ പല്ലു വരിക ഡാസിൽസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഇതിൽ വൈറ്റ് അതുപോലെ സെൽഫായിട്ടുള്ള ഡിസൈനാണ് ഈ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം വരുന്നത്. കണ്ടോ, ഇത് സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയലാണ്. അങ്ങനെ ചുളുങ്ങുന്ന മെറ്റീരിയലൊന്നുമല്ല. നമുക്കിത് വെയർ ചെയ്യാൻ എളുപ്പമാണ്. ഒത്തിരി കനമൊന്നുമില്ല. റേറ്റ് വരുന്നത് 1985 ആണ്. നല്ലൊരു സാൻഡൽ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഈ ഭാഗത്ത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക്. അതുപോലെ ഈ ഭാഗത്തും ഈ വർക്ക് കംപ്ലീറ്റ് ആയിട്ടും താഴ്ഭാഗത്ത് സാരിയിൽ വരുന്നുണ്ട്. ഈ ഭാഗത്ത് പ്ലീറ്റിൻ്റെ ഭാഗം വരെ വരുന്നുള്ളൂ. പിന്നെ സ്കാറ്റേർഡായിട്ടും എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. ഹാഫായിട്ട് ആ എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. പല്ലു ഇങ്ങനെ വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലുവിലെ ഡിസൈൻ വരുന്നത്. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വരിക. റേറ്റ് വരുന്നത് 1985 ആണ്. ഇതൊരു പീച്ച് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യം കാണിച്ചത് ഡാർക്ക് ഷെയ്ഡിൽ, പിന്നെ പേസ്റ്റൽ ഷെയ്ഡിലാണ് കാണിക്കുന്നത്. അപ്പോൾ 2 ടൈപ്പും ഉണ്ട്. അപ്പോൾ ഏത് കളർ ടോണുകാർക്ക് അനുയോജ്യമായ കളറിലാണ് ഡാർക്ക് ആൻഡ് പേസ്റ്റൽ കളറിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊരു പീച്ച് ഷെയ്ഡാണ്. ഈ പീച്ചിൻ്റെ ഈ ഭാഗത്ത് ഉണ്ടോ ഈ എംബ്രോയ്ഡറി വർക്ക് കണ്ടോ. ഇത് ഏത് കളർ ടോണുകാർക്ക് ആണെങ്കിൽ ഒരു കളർ തന്നെയാണിത്. അതുപോലെ മെറ്റീരിയലും വളരെ സോഫ്റ്റാണ്. നമുക്ക് വെയർ ചെയ്യാൻ എളുപ്പമാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. ഡിസൈൻ ഇങ്ങനെയാണ് വരിക. ബോഡി പാർട്ടിൽ 2 സൈഡിലും ഇതുണ്ടോ, ഈ സൈഡിലും അതുപോലെ തന്നെ ഈ എംബ്രോയ്ഡറി വർക്ക് ഫുള്ളായിട്ടും വരുന്നു. ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഒത്തിരി പ്രൊജക്റ്റ് ചെയ്യുന്ന ഡിസൈനൊന്നുമല്ല, പക്ഷേ നല്ല എലഗൻ ലുക്കിൽ തന്നെയാണ് ഈ ഡിസൈനുകൾ വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 1985. നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇത് ഞാൻ ഓൾ ഓവർ ഇതിനെ വിടർത്തി തന്നെ കാണിക്കാം. ഇത് കണ്ടോ, ഒത്തിരി ട്രാൻസ്പെറൻ്റ് ഒന്നുമല്ല. ഇത് കണ്ടോ, 1 പ്ലേറ്റ് ആയിട്ട് ഇടുമ്പോഴും ഒത്തിരി നല്ല സുഖമായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് കണ്ടോ, ഇങ്ങനെയാണ് വരിക. ഇതാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ബോഡി പാർട്ടിൽ സ്കാറ്റേർഡായിട്ട് ഈ സെൽഫായിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്ക് ഫുള്ളായിട്ടും വരുന്നുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ഹാഫായിട്ടും വരുന്നു. കണ്ടോ, ഇങ്ങനെയാണ് ഇതിൽ ഡിസൈനുകൾ വരുന്നത്. പിന്നെ ബ്ലൗസ് പീസ് വരുമ്പോൾ പ്ലെയിനുമായിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഡാർക്ക് ആൻഡ് പേസ്റ്റൽ കളേഴ്സാണ് കാണിച്ചിരിക്കുന്നത്. ഇതിലേതെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക.